കൊച്ചി വാർത്ത ചാനലിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടരുമ്പോഴും റോഡ് വികസനമുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി 3 ലക്ഷം കോടിയുടെ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ റോഡുകൾ ഇനി വേറെ ലെവലാകും. ദേശീയപാതകളുടെ വികസനത്തിന് 50,000 കോടി രൂപയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 896 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 31 പുതിയ റോഡുകൾക്കാണ് കേന്ദ്രം പണം മുടക്കുന്നത്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാത 4 വരി പാതയാക്കാൻ 3 മാസത്തിനകം പ്രവൃത്തി ആരംഭിക്കും. 10,814 കോടിയാണ് ചിലവ്. തലസ്ഥാന നഗരത്തിലെ ഔട്ടർ റിംഗ് റോഡിനായി 5,000 കോടി അനുവദിച്ചു. ടൂറിസമാണ് കേരളത്തിന്റെ ഹൃദയമെന്നും കേരളത്തിൽ സമ്പന്നമായ ആയുർവേദമടക്കമുള്ള മേഖലകളിലേക്ക് വിദേശത്ത് നിന്നടക്കം നിരവധി പേർ എത്തുന്നുണ്ടെന്നും അടിസ്ഥാന മേഖലാ വികസനത്തിനായി റോഡ് വികസനം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലായി 120 കിലോമീറ്റർ ദൂരം വരുന്നതാണ് ദേശീയപാത 966 4 വരിയാക്കൽ പദ്ധതി. കോയമ്പത്തൂരുമായി വടക്കൻ കേരളത്തെ ബന്ധിപ്പിക്കുവാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്കമാലി, കുണ്ടന്നൂർ, എറണാകുളം ബൈപ്പാസ് 6 വരിയാക്കുന്നതിന് 6,500 കോടി ചിലവ് വരുന്ന പദ്ധതി ഉടനുണ്ടാകും. ഇതിന്റെ പ്രവൃത്തി 6 മാസത്തിനകം ആരംഭിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്കുള്ള പ്രധാന പാതയായ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിനായി പ്രവൃത്തികൾ 4-5 മാസത്തിനകം തുടങ്ങും. കൊല്ലത്തും കേന്ദ്ര പദ്ധതിയുണ്ട്. തമിഴ്നാട്ടിലെ ചെങ്കോട്ട, തിരുനെൽവേലി, തെങ്കാശി എന്നിവിടങ്ങളുമായി കൊല്ലത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയ്ക്ക് 38.6 കിലോമീറ്ററാണ് ദൂരം. ഇതിനായി 300 കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് സംസ്ഥാനം പറയുമ്പോഴും ഈ പ്രഖ്യാപനം കേരളത്തിന് വളരെ ഉപകാരപ്രദമാണ്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.